ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, നമുക്ക് ദൈവശബ്ദത്തിനായി കാതുറക്കാം. എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എന്റെ സ്നേഹം വന്ദനമായി ക്രിസ്തുവിന്റെ നാമത്തിൽ രേഖപ്പെടുത്തുന്നു. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ കർത്താവിന്റെ ആലോചന പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രയേലിനെയും വാണു. സ്തോത്രം. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രയേലിനെയും വാണു. തീരെ അപ്രസക്തമെന്ന് തോന്നാവുന്ന ഒരു വാക്യമാണ് പരിശുദ്ധാത്മാവ് ചിന്തയ്ക്കായിട്ട് നൽകിയത്. എങ്കിലും ഈ വചനത്തിലൂടെ കർത്താവ് തന്റെ മക്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരാരുമല്ല, മഹാദൈവമാണ് 17-ാമത്തെ വയസ്സിൽ ദാവീദിനെ രാജാവായിട്ട് വാഴാൻ അഭിഷേകം ചെയ്തത്. എന്നാൽ എന്റെ കുഞ്ഞുങ്ങളെ 30-ാമത്തെ വയസ്സുവരെ ഏതാണ്ട് 13 വർഷം താൻ അഭിഷേകം ചുമന്നുകൊണ്ട് നടന്നിട്ടും ആരെയും അവൻ വാണില്ല. അനോയിന്റിങ് തന്റെ മേലുണ്ടായിരുന്നു, പക്ഷെ റൂളിംഗ് തന്റെ കൈകൾക്കും അപ്പുറത്തായിരുന്നു. മക്കളെ, വാഗ്ദത്തം നീ കേട്ടതാണ്, അഭിഷേകവും പ്രാപിച്ചതാണ്. പക്ഷെ ഇതുവരെയും കേട്ട വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭാരപ്പെടരുത്. അഭിഷേകം നഷ്ടപ്പെടുത്താത്ത കാലത്തോളം വാഗ്ദത്തം മാറിപ്പോകത്തില്ല. സ്തോത്രം. 8:15 നാം വായിച്ചത് ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രയേലിനെയും വാണു എന്നാണ്. എങ്ങനെയാ ദാവീദ് വാഴ്ചയിലേക്ക് വന്നത്? വചനം പറയുന്നു, പോരാടി പോരാടി ജയിച്ചാണ് താൻ വാഴ്ചയിലേക്ക് വന്നത്. അവൻ ഫെലിസ്ത്യരെ ജയിച്ചു, മോവാബ്യരെ ജയിച്ചു, ഹദദേശ്വരനെ തോൽപ്പിച്ചു, അരാമ്യരെ തോൽപ്പിച്ചു, ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ തോൽപ്പിച്ചു, ചുറ്റുമുള്ള സകല ജാതികളെയും തോൽപ്പിച്ചു, വാഴ്ചയ്ക്കു തടസ്സമായിരുന്ന സകല ശക്തികളെയും തോൽപ്പിച്ചു. മകളെ, അഭിഷേകം പ്രാപിച്ചെങ്കിലും പോരാട്ട ജീവിതം നയിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ, അത് നീ ലക്ഷ്യത്തിലെത്തത്തില്ല. അവൻ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ പോരാട്ട ജീവിതം നയിക്കണം. ദൈവം നിന്നെ വാഴുവാൻ അഭിഷേകം ചെയ്തെങ്കിൽ പോരാട്ടമാ മക്കളെ അധികാരത്തിലെത്തിക്കുന്നത്. ശത്രുവിന്റെ മുൻപിൽ പിന്തിരിഞ്ഞോടാതെ ദൈവകൃപയിൽ ഉറച്ചുനിന്ന് പോരാടാൻ തയ്യാറായാൽ കേട്ട വാഗ്ദത്തം നീ പ്രാപിച്ചെടുക്കും. അഭിഷേകം നിന്നെ അധികാരത്തിലെത്തിക്കും. കുഞ്ഞെ, ദൈവം നിന്നെ അഭിഷേകം ചെയ്തത് പ്രതികൂലത്തിന് മുൻപിൽ പിന്തിരിഞ്ഞോടാനല്ല, ഉറച്ചുനിന്ന് പോരാടി അധികാരത്തിലെത്തുവാൻ വേണ്ടിയാ. ഒന്നിനു പുറകെ ഒന്നായി നേരിടുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ തളർന്നു പോകാതെ പോരാട്ട ജീവിതം നയിക്കുന്ന ദൈവവൈതലേ, നീ വാഗ്ദത്തത്തോടടുക്കുകയാണ്, അധികാരത്തോടടുക്കുകയാണ്, വാഴ്ചയോടടുക്കുകയാണ്. സ്തോത്രം. പ്രിയരെ, നാം വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെട്ടതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രതിസന്ധി ദൈവത്തിന്റെ അത്ഭുതം വിളിച്ചു വരുത്തും. ദൈവത്തിന് മഹത്വം. പറഞ്ഞാട്ടെ, എന്റെ പ്രതിസന്ധികളിൽ ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണും. എന്റെ യുദ്ധങ്ങൾ എന്നെ അധികാരത്തിലെത്തിക്കും. എന്റെ പോരാട്ടങ്ങൾ എന്നെ വാഗ്ദത്വത്തിലെത്തിക്കും, എന്നെ വാഴ്ചയിലെത്തിക്കും. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു എന്നാണ് 15-ാം വാക്യത്തിൽ നാം കണ്ടത്. ഇതിനോട് ചേർത്ത് അതിന്റെ 1-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. 2 ശമൂവേൽ 8:1. അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. പ്രിയരെ, മലയാളത്തിൽ കാണുന്നതിനേക്കാൾ ആഴം മനസ്സിലാകുന്നത് ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോഴാണ്. ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി എന്നുള്ളത് ഇംഗ്ലീഷിൽ ഡേവിഡ് സ്മോട്ട് ദ ഫിലിസ്റ്റൻസ് ആൻഡ് സബ്ഡ്യൂട്ട്. ദാവീദ് ഫെലിസ്ത്യരെ ആക്രമിച്ചു, അവരുടെ മൂലസ്ഥാനം പിടിച്ചു. ആക്രമിച്ചാൽ പോരാ, ജയിച്ചാൽ പോരാ, വാഴാൻ കഴിയണമെങ്കിൽ മൂലസ്ഥാനം പിടിക്കണം. പ്രതിയോഗിയുടെ മുമ്പിൽ പതറിപ്പോകാതെ, പിന്തിരിഞ്ഞോടാതെ ആത്മശക്തിയിൽ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുക, പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടേ ഇരിക്കുക. വിജയം നിശ്ചയമാണ്. വിജയം പ്രാർത്ഥിക്കുന്ന നിനക്കാണ്. ദൈവത്തിന് സ്തോത്രം. ദീർഘകാലമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും പ്രാർത്ഥനയിൽ പോരാടി ജയിക്കുന്നുമുണ്ട്. പക്ഷേ ഇന്നുവരെ വാഗ്ദത്തത്തിന്റെ പരിപൂർണതയിൽ എത്തിയിട്ടില്ല, വാഴ്ചയിലെത്തിയിട്ടില്ല. മക്കളെ, നിന്റെ മേൽ അഭിഷേകമുണ്ട്, നീ പോരാടുന്നുണ്ട്, കർത്താവ് ജയം തരുന്നുമുണ്ട്. എന്നാൽ മൂലസ്ഥാനം ഇപ്പോഴും പിശാചിന്റെ കയ്യിലാണെങ്കിൽ, ശത്രുവിന്റെ കയ്യിലാണെങ്കിൽ വാഴാൻ സാധിക്കത്തില്ല. വാഗ്ദത്ത പൂർണ്ണത പ്രാപിക്കാൻ കഴിയില്ല. മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അഭിഷേകമുണ്ടെങ്കിലും പോരാട്ട ജീവിതം നയിക്കുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നെങ്കിലും മൂലസ്ഥാനത്തിന്റെ ഭരണം ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാത്ത കാലത്തോളം മക്കളെ നിനക്ക് വാഴാൻ കഴിയത്തില്ല. മൂലസ്ഥാനം എന്നതിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് മെത്തേഗമ എന്നുള്ള പദമാണ്. മെത്തേഗമ. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും മെത്തേഗമ പിടിച്ചെടുത്ത ശേഷമാ ഇസ്രായേലിന്റെ മുഴുവനും വാഴാൻ ദാവീദിനിടയായത്. പ്രിയരെ, മെത്തേബഗമ എന്ന ഈ വാക്ക് ബൈബിളിൽ ഇവിടെ മാത്രമാണ് കാണുന്നത്.
എന്താ ഈ വാക്കിന്റെ അർത്ഥം? ബ്രിഡിൽ ഓഫ് ദ മദർ സിറ്റി, മാതൃനഗരത്തിന്റെ കടിഞ്ഞാൺ. മക്കളെ, നിന്നെ ദൈവം തന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തു. അതെന്തിനറിയാമോ? തലകുനിച്ചു നടക്കാനല്ല, അടക്കി വാഴാനാ. അഭിഷേകം തലയിലുണ്ട്, ശക്തമായി പോരാടുന്നുമുണ്ട്, പലപ്പോഴും ദൈവം വിജയം തരുന്നുമുണ്ട്. പക്ഷെ ഇന്നും പൂർണ്ണ വിജയം ലഭിച്ചിട്ടില്ല, അടക്കി വാഴുന്ന അനുഭവം വന്നിട്ടില്ല. കാരണം മനസ്സിലായോ? ഇപ്പോഴും മൂലസ്ഥാനം ശത്രുവിന്റെ കയ്യിലാ. മെത്തേഗമ, ബ്രിഡിൽ ഓഫ് ദ മദർ സിറ്റി, മാതൃ നഗരത്തിന്റെ കടിഞ്ഞാൺ ഇപ്പോഴും ശത്രുവിന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ടാ മക്കളെ നിനക്ക് അടക്കി വാഴാൻ കഴിയാത്തത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് വ്യക്തമായി പറയുകയാ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന്റെ കടിഞ്ഞാൺ ശത്രു കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ അനുവദിക്കരുതേ. മ്ലേച്ഛതയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മതി നിന്റെ കുടുംബത്തിൽ. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ മക്കളെ മനസ്സിലാക്ക്, ശത്രു കടിഞ്ഞാൺ കൈവശമാക്കും. വീടടക്കം ആനന്ദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കുടുംബത്തിൽ നന്മ വിളയണമെങ്കിൽ, അനുഗ്രഹം ഇതൾ വിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, മ്ലേച്ഛതയിൽ ഇഷ്ടപ്പെടുന്നവരെ, ക്രിസ്തുവിന്റെ രക്തം നിന്നെ കഴുകി ശുദ്ധീകരിക്കണം. കുഞ്ഞെ, നീ ശുദ്ധീകരിക്കപ്പെട്ടാൽ നിന്റെ കുടുംബത്തിന്റെ കടിഞ്ഞാൺ മെത്തേഗമ ശത്രുവിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയും. മൂലസ്ഥാനം എന്നുള്ള പദം ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിചിതമാണ്. സംസ്കൃതത്തിൽ ഇതിന് ആരൂഢമെന്ന് കൊടുത്തിരിക്കുന്നു. ഒരു ദേശത്ത് പല ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ ഇതിനെല്ലാം യോജിപ്പിക്കുന്ന ഒരു മൂലസ്ഥാനമുണ്ട്. അതുപോലെ അവർ വാസ്തു നോക്കിയൊക്കെ വീട് പണിയുമ്പോൾ വാനം പണി പൂർത്തിയാക്കിയ ശേഷം കന്നിക്കോണിൽ, അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വാനത്തിൽ നിന്ന് ഒരടി താഴ്ത്തി കുഴിയെടുത്ത ശേഷം അതിൽ സ്വസ്തികാ മന്ത്രം, സ്വസ്തികാ ചിഹ്നം കൊത്തിയ കല്ല് വയ്ക്കുന്നുണ്ട്. ഇതാണ് ഭവനത്തിന്റെ ആരൂഢം, മൂലസ്ഥാനം. എന്നാൽ ഇന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വീട് വയ്ക്കുമ്പോഴും കല്ലിടിയിൽ കർമ്മത്തിന് കുരിശടയാളം രേഖപ്പെടുത്തിയ ഒരു കല്ല് വാനത്തിൽ താഴ്ത്തി വയ്ക്കുന്നത് കാണാനിടയായിട്ടുണ്ട്. ദുഃഖത്തോടെ പറയട്ടെ, കല്ല് വയ്ക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ സ്വസ്തികാ ചിഹ്നത്തിന് പകരം കൊത്തിവെക്കാനുള്ളതല്ല ക്രിസ്തുവിന്റെ കുരിശടയാളം. അത് മറക്കരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രിയ പിതാവേ, കുടുംബത്തിന്റെ കടിഞ്ഞാൺ ശത്രുവിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം അടക്കി വാഴാൻ നിനക്ക് കഴിയത്തില്ല. പ്രത്യുത ശത്രു നിന്നെ അടക്കി വാഴും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭവനത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. കുടുംബത്തിന്റെ കടിഞ്ഞാൺ ശത്രുവിന്റെ കയ്യിൽ കൊടുക്കരുത്. ദുഷ്ടന്റെ മുന്നേറ്റത്തെ തടയുന്നതിന്റെ കാരണമെന്താ? വ്യക്തിബന്ധം തകരുന്നതെന്താ? കുടുംബബന്ധം ഉലയുന്നതെന്താ? ഭവനത്തിന്റെ നന്മ മുടങ്ങുന്നതെന്താ? കുടുംബത്തിന്റെ കടിഞ്ഞാൺ ശത്രുവിന്റെ കയ്യിലാ. ക്രിസ്തു ഈ വീടിന്റെ നാഥനെന്ന് കട്ടള എഴുതി വെച്ചാൽ ശത്രു മെത്തേഗമ വിട്ടുതരത്തില്ല, കടിഞ്ഞാൻ വിട്ടുതരത്തില്ല. ക്രിസ്തു ഈ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, മുടങ്ങാതെ പള്ളിയിൽ പോകുന്നതുകൊണ്ട്, നേർച്ചയിടുന്നതുകൊണ്ടോ, കാഴ്ചയർപ്പിക്കുന്നതുകൊണ്ടോ, പെരുന്നാൾ നടത്തിയതുകൊണ്ടോ ദുഷ്ടൻ നിന്റെ ഭവനത്തിന്റെ കടിഞ്ഞാൻ വിട്ടുതരത്തില്ല. അത് മറക്കരുത്. യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വ്യക്തിപരമായി മക്കളെ, നിന്റെ വീട്ടിലെ ഓരോ വ്യക്തികളെയും കഴുകി വെടിപ്പാക്കിയെങ്കിൽ മാത്രമേ ദുഷ്ടപിശാച് കടിഞ്ഞാൻ വിട്ടുതരികയുള്ളൂ. വത്സല ദൈവവൈതലേ, ഒരുപക്ഷെ താങ്കൾ ക്രൈസ്തവനാണെന്ന് അഭിമാനിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ യേശു ക്രിസ്തുവിന്റെ രക്തം താങ്കളെ ശുദ്ധീകരിക്കാത്ത കാലത്തോളം നിന്റെ കടിഞ്ഞാൻ പിശാചു നിയന്ത്രിക്കും. എന്നാൽ യേശുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി അംഗീകരിച്ച് ആരാധിച്ച് വചനപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ നിന്റെ കടിഞ്ഞാൺ കർത്താവ് കയ്യിലെടുക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിന്റെ കടിഞ്ഞാൻ, കുഞ്ഞുങ്ങളുടെ കടിഞ്ഞാൻ, അവൻ കടിഞ്ഞാൻ, അവൻ സഹോദരി, നിന്റെ ഭർത്താവിന്റെ കടിഞ്ഞാൻ, സഹോദര, നിന്റെ പങ്കാളിയുടെ കടിഞ്ഞാൻ യേശു ക്രിസ്തു കയ്യിലെടുത്തെങ്കിൽ മാത്രമേ കുടുംബത്തിൽ നന്മയെത്തുകയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് നീ എത്തത്തുള്ളൂ. ശത്രുവിന്റെ കയ്യിൽ നിന്റെ കടിഞ്ഞാൻ ഇരിക്കുന്നിടത്തോളം മക്കളെ, നിനക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. പിതാവേ, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയോടെ ജീവിക്കണമെന്ന് നീ ആഗ്രഹിച്ചാലും സാധിക്കാത്തതിന്റെ കാരണമെന്താ? കടിഞ്ഞാൻ ദുഷ്ടന്റെ കയ്യിലായതുകൊണ്ടാ. നിന്റെ ബിസിനസ് തകർച്ചയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയരണമെങ്കിൽ ഗീവർഗീസ് സഹതായി വീടിന്റെ ഐശ്വര്യമെന്ന് എഴുതി വെച്ചാൽ പറ്റത്തില്ല. പുണ്യവാളൻ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യമെന്ന് എഴുതി വെച്ചാൽ പറ്റത്തില്ല. വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടവരാ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യമെന്ന് എഴുതി വെച്ചാൽ പറ്റത്തില്ല. ഏതെങ്കിലും ദേവി ദേവന്മാർ ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യമെന്ന് എഴുതി വെച്ചാൽ പറ്റത്തില്ല. യേശു ക്രിസ്തു ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യമെന്ന് എഴുതി വെച്ചാലും പറ്റത്തില്ല. മറിച്ച് കുഞ്ഞേ, നിന്റെ സ്ഥാപനത്തിന്റെ കടിഞ്ഞാൻ ശത്രുവിന്റെ കയ്യിലല്ല, പരമാധികാരിയായ ക്രിസ്തുവിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക. പരാജയം വിജയത്തിന് വഴിമാറും, അധപ്പതനം അഭിവൃദ്ധിക്ക് വഴിമാറും, വന്നുപോയ നഷ്ടങ്ങൾ ലാഭത്തിന് വഴിമാറും.
മക്കളെ, നിന്റെ വ്യാപാര സ്ഥാപനം, നിന്റെ ബിസിനസ്, അതെന്തായിരുന്നാലും അതിന്റെ കടിഞ്ഞാണ് ദുഷ്ടപിശാചി കയ്യിലെടുക്കാൻ അനുവദിക്കരുതേ. നിന്റെ സ്ഥാപനത്തിൽ അശുദ്ധിയുണ്ടെങ്കിൽ, ബിംബാരാധനയുണ്ടെങ്കിൽ, വേല ചെയ്യുന്നവന്റെ കണ്ണുനീര് അവൻ സ്ഥാപനത്തിൽ വീണിട്ടുണ്ടെങ്കിൽ, അന്യായമായി സമ്പാദിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടിഞ്ഞാണ് പിശാചിന്റെ കയ്യിലായിരിക്കും. അതിന് സംശയമൊന്നുമില്ല. കുറെ കാലത്തേക്കൊക്കെ ഉയർച്ചയുണ്ടായേക്കാം. തൊട്ടതെല്ലാം പൊന്നായെന്ന് മറ്റുള്ളവർ നിന്റെ ഉയർച്ച കണ്ട് പറഞ്ഞേക്കാം. പിശാചിന്റെ കയ്യിൽ കടിഞ്ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം ഒടുവിൽ വലിയ നാശത്തിലായിരിക്കും ചെന്നു പതിക്കുന്നത്. അത് ഓർമ്മയുണ്ടായിരിക്കണം ഓരോ പ്രിയപ്പെട്ടവർക്കും. ആരോടാ പരിശുദ്ധാത്മാവ് ഈ ദൂത് പറയുന്നത്? സ്തോത്രം. കുഞ്ഞെ, വചനത്തോട് മറുക്കരുത്. അത്യുന്നതന്റെ ആലോചനയാ നിരസിക്കരുത്. വിട്ടുകളയേണ്ടത് വിട്ടുകളയുമെന്ന് ഇന്ന് പുലരി തീരുമാനമെടുക്ക്. ക്രിസ്തു യേശുവിനെ ഏറ്റെടുക്ക്, കൈക്കൊള്ളുക. സത്യദൈവത്തെ മാത്രം, മറ്റൊന്നിന്റെയും മുമ്പിലല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുക. ദൈവപുത്രൻ നിന്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കും. അഭിഷിക്ത ദൈവദാസനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു വന്ന സഭാ കൂടിവരവ എന്നാൽ ശുഷ്കിച്ചു വരികയാണോ? ആത്മാക്കൾ അവൻ വരുന്നില്ല, കൊഴിഞ്ഞു പോവുകയാണോ? പരിശുദ്ധാത്മ പറയുന്നു, ക്രിസ്തു വസിക്കേണ്ട സ്ഥാനത്ത് കടിഞ്ഞാൻ പിശാച് ഏറ്റെടുത്തിരിക്കുന്നു. ഒരപ്പത്തിന്റെ അംശികളായ വ്യക്തികൾ പരസ്പരം മിണ്ടാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല കുഞ്ഞെ. വിശ്വാസികൾ അഭിഷിക്തനെതിരായി ആലോചന കഴിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. ശുശ്രൂഷകൻ സത്യവചനം ജനത്തിന് വിഭജിച്ചു കൊടുക്കേണ്ടതിന് പകരം ബോധക്കേട് വിളിച്ചു പറയുന്നത് കടിഞ്ഞാൻ പിശാച് നിയന്ത്രിക്കുന്നത് കൊണ്ടാ. അത് മറക്കരുത്. കർത്താവ് നൽകിയ ഈ ദൂതിന് മുൻപിൽ ക്രമീകരിക്കപ്പെട്ടാൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. സഭയിൽ സത്യാരാധന വെളിപ്പെടും. ദൈവദാസൻ സത്യവചനം പ്രസംഗിക്കും. വിശ്വാസികൾ ഐക്യതയുടെ ആത്മാവിൽ ഒരുമിച്ച് നിൽക്കും. യേശുവിന്റെ നാമത്തിൽ ആലോചന ഏറ്റെടുത്ത കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടുത്തെ കടിഞ്ഞാൻ കർത്താവ് നീ കരങ്ങളിലെടുക്കുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവദാസനെ, പ്രിയ ദൈവമക്കളെ, സഭയിൽ ഒരു പ്രശ്നമുണ്ടായാൽ പരിഹരിക്കേണ്ടത് ആ പ്രശ്നമല്ല, പിന്നെയോ പ്രിഡിൽ ഓഫ് ദ മദർ സിറ്റി, ഒരു മൂലസ്ഥാനമുണ്ടായിരിക്കും അതിന്. അത് കണ്ടെത്തണം. ദേവദാസനെ, അതിന് കമ്മിറ്റിയും കൗൺസിലും ഒന്നും ഉപകരിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുക. ദൈവകൃപയിൽ ശരണപ്പെടുക. കർത്താവ് കാരണത്തെ കടയോടെ പിഴുതുമാറ്റി ദൈവസഭയെ ശുദ്ധീകരിക്കും. അത് വളർച്ചയിലേക്ക് വരും. കുഞ്ഞുങ്ങളെ, ഒരു സ്ഥലത്ത് ദൈവസഭ വളരണമെങ്കിൽ ബഹളമുണ്ടാക്കിയാൽ പറ്റത്തില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ജനം ദൈവത്തിങ്കിലേക്ക് വരാതിരിക്കാൻ, ജനത്തെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ദേശാധിപതിയുടെ കയ്യിൽ നിന്നും മൂലസ്ഥാനം ആരാധനയിൽ പിടിച്ചെടുക്കണം, ആത്മാവിൽ പിടിച്ചെടുക്കണം. എന്നാൽ ദേശത്തിന്റെ കെട്ടുപൊട്ടും, ജീവിതങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയും. എന്റെ സഹോദരങ്ങളെ, ആത്മാവിന്റെ ഐക്യത കീബോർഡിന്റെ താളത്തിലല്ല, തമ്പേറിന്റെ പ്രകമ്പനത്തിലല്ല. എഫേസ്യർ 4:3 ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണമെന്ന തിരുവചനം പറയുന്നത്. അതെ, ഐക്യതയില്ലാതെ ഇരുന്ന് ഹല്ലേലൂയ ആരാധിച്ചാൽ ആരാധനയുടെ കടിഞ്ഞാണ് പോലും പിശാചിന്റെ കയ്യിലായിരിക്കും. അത് മറക്കരുത്. ഭർത്താവിന്റെ വഴിപിഴച്ച ജീവിതം. യെസ് സഹോദരി, നിന്നോട് ദൈവാത്മാവ് ആലോചന പറയുക. ഭർത്താവിന്റെ വഴിപിഴച്ച ജീവിതം ഭവനത്തിന്റെ സ്വസ്ഥത കെടുത്തിയിരിക്കുന്നു. പല പ്രാവശ്യം നീ പറഞ്ഞു നോക്കി, പിന്തിരിയുന്ന ലക്ഷണമില്ല. ഉള്ളുരുകി കരയുന്ന ദൈവത്തിന്റെ പൈതലെ, സ്വർഗം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്കെ തനിക്കിഷ്ടമുള്ളിടത്തേക്ക് തിരിക്കാൻ കഴിയുന്ന ദൈവം. മക്കളെ, നിന്റെ ഭർത്താവിന്റെ ഹൃദയം, നിന്റെ ഭർത്താവിന്റെ കടിഞ്ഞാൻ പിശാചിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് അവന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഓർത്ത് ചങ്കുമുറിഞ്ഞ് കരയുന്ന ജീവിതമേ, നിന്റെ കുഞ്ഞുങ്ങളെ നാശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന പിശാചിന്റെ കയ്യിൽ നിന്ന്, കൂട്ടുകാരുടെ പിടിയിൽ നിന്ന് അവന്റെ കടിഞ്ഞാൻ കർത്താവ് ഏറ്റെടുത്ത് നിന്റെ കുഞ്ഞിനെ നീതിയിലേക്ക് നടത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉരുക്കു പലക കൊണ്ട് കരുത്തുറ്റ രഥമുണ്ടാക്കി ബലമുള്ള കുതിരകളെ അതിൽ പൂട്ടിയാൽ അതിന്റെ കടിഞ്ഞാൽ നിന്റെ കയ്യിലില്ലെങ്കിൽ രഥം ലക്ഷ്യത്തിലെത്തുകയില്ല. ഓ ദൈവത്തിന്റെ മഹത്വം. നന്നേ ചെറുപ്പത്തിലെ അഭിഷേകം പ്രാപിച്ചതാ. യെസ്, പക്ഷെ അന്ന് തുടങ്ങി നിന്റെ ജീവിതത്തിൽ പ്രതികൂലമാ. കുഞ്ഞേ, ദൈവത്തിന് നിന്നെക്കുറിച്ച് പ്രത്യേകമായൊരു പദ്ധതിയുണ്ട്. അനേക വ്യക്തികളെ നാശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്നും കടിഞ്ഞാണ് പിടിച്ചെടുത്ത് ക്രിസ്തുവിനെ ഏൽപ്പിക്കുന്ന അഭിഷേകത്തിന്റെ ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു.
ചില കാലം കൂടി സഹിച്ചു നിൽക്കുക. ഈ സഹിഷ്ണുത നിന്നെ ശുദ്ധതയിലേക്ക് നടത്തും. സ്വർഗീയ പിതാവിൽ നിന്നും ശ്രേഷ്ഠകരമായ ചിലത് സിദ്ധിക്കുവാൻ പ്രാപിക്കുവാൻ ദൈവം നിന്നെ ഒരുക്കുകയാണെന്ന് കർത്താവ് ആലോചന പറയുന്നു. ദൈവത്തിന് മഹത്വം. തലമുറയിൽ നിന്നും തലമുറയിലേക്ക് പകരപ്പെടുന്ന രോഗങ്ങൾ അത് പാരമ്പര്യമാണ്, സഹിച്ചല്ല പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ജീവിതമേ, ദൈവത്തിന്റെ വചനം പറയുന്നു അതിന്റെ മൂലസ്ഥാനത്തെ കണ്ടെത്തി നശിപ്പിക്കാൻ ശക്തനായ ക്രിസ്തു നിനക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. മക്കളെ, നിന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവിടുന്ന് പാരമ്പര്യ രോഗത്തെ വേരോടെ പിഴുതുമാറ്റി നിന്റെ ജീവിതത്തെ ആനന്ദത്തിലേക്ക് നയിക്കും. മക്കളെ, താങ്കൾ എവിടെയായിരുന്നാലും ഇന്ന് പുലരിയിൽ ഹല്ലേലൂയ, ഒരുപക്ഷെ നിങ്ങൾ വാഹനം ഓടിക്കുകയായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, ദൈവത്തിന് മഹത്വം, ഓഫീസിലായിരിക്കാം, ഭവനത്തിലായിരിക്കാം, മക്കളെ നീ അടുക്കളയിലായിരിക്കാം, നിന്റെ ബെഡ്റൂമിലായിരിക്കാം, എവിടെയായിരുന്നാലും നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വാഹനം ഓടിക്കുന്നെങ്കിലും പ്രാർത്ഥിക്കണം കേട്ടോ. കണ്ണടച്ചൊന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നപ്പാ. കർത്താവേ, അടിസ്ഥാന കാരണം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചതിനായി നന്ദി പറയുന്നപ്പാ. അപ്പാ, നീ ഞങ്ങളെ വിളിച്ചത്, നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചത്, നീ നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്തത് ഉഴന്നു നടക്കാനല്ലല്ലോ, ലക്ഷ്യത്തിലെത്താൻ ദൈവമേ നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് അഭിഷേകം ചെയ്തിട്ടില്ല. കഴിയുന്നില്ലപ്പാ. സഹായിക്കണേ. എന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ നീ ഏറ്റെടുക്കണമേ. പിശാചിന്റെ കയ്യിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളുടെ കടിഞ്ഞാൺ ദൈവമേ നീ ഏറ്റെടുക്കണമേ. പാപത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന കൂട്ടുകാരുടെ കയ്യിൽ നിന്നും എന്റെ കുഞ്ഞുങ്ങളുടെ കടിഞ്ഞാൺ കർത്താവേ നീ ഏറ്റെടുക്കണം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. എത്ര ചികിത്സിച്ചിട്ടും പിടി മുറുക്കിയിരിക്കുന്ന രോഗത്തിന്റെ മൂലസ്ഥാനം കണ്ടെത്തി ദൈവം തന്റെ മക്കളെ വിടുവിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പുലരി അവർക്ക് സൗഖ്യത്തിന്റെ പുലരിയായി മാറട്ടെ. ജനം വിടുതൽ അനുഭവിക്കുവാൻ ഇടയാകുന്ന പ്രഭാതമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പാ, അനേക ദൈവമക്കൾ ഓരോ ദിവസവും ഹല്ലേലൂയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരെല്ലാം വിടുവിക്കണമേ, അവരുടെ ഞെരുക്കം മാറ്റണമേ, അവരുടെ രോഗങ്ങളെ മാറ്റിയവരെ സൗഖ്യമാക്കണമേ. അവരിലാരെങ്കിലും കെട്ടപ്പെട്ടവരുണ്ടെങ്കിൽ സ്വർഗ്ഗം അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാത്തവർക്ക് തലമുറകളെ നൽകണം. വഹപ്രായമെത്തി കുഞ്ഞുങ്ങൾക്ക് നല്ല കുടുംബജീവിതം കൊടുക്കണം. വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ കർത്താവെ വീണുപോകാതെ സംരക്ഷിക്കണം. അഭിഷിക്ത ശുശ്രൂഷകന്മാരെ ശക്തിയോടെ കരങ്ങൾ ഉപയോഗിക്കണം. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുനാമം ചൊല്ലി എളിവൻ അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹ വിഷയമായി തീരട്ടെ. എപ്പോഴും എന്ന പോലെ ഈ പ്രാർത്ഥനയും അപ്പച്ചാ നീ കേട്ടതുകൊണ്ട് സ്തോത്രം. പുത്രനെ മഹത്വപ്പെടുത്തണം മശീഹായുടെ അൻപുള്ള നാമത്തിൽ. ആമേൻ. ഒരിക്കൽ കൂടി ദൈവകുഞ്ഞുങ്ങളോട് കർത്താവിന്റെ ആലോചന പങ്കുവയ്ക്കാൻ അവസരം നൽകിയ മഹാദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എളിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് ദൈവകുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഹല്ലേലൂയ അറിയിക്കണം. നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു, 9072141834. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിച്ചാണ്. ഈ നമ്പറിൽ ദൈവകുഞ്ഞുങ്ങൾ വിളിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന്. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിലും പ്രാർത്ഥനയോടെ വചന കേൾവിക്കായി ഒരുമിച്ച് കൂടാം. കർത്താവ് എല്ലാവരെയും കൺമണി പോലെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.